ഹായ്, വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് SEOയിൽ എങ്ങനെ ചാറ്റ് GTP യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ ചാറ്റ് GTP നമ്മൾ ലോഗിൻ ചെയ്യുക. നമുക്ക് കീവേഡ് യൂസ് ചെയ്യാനും കീവേഡ് ജനറേറ്റ് ചെയ്യാനും പ്രൈമറി കീവേഡ്, സെക്കൻഡറി കീവേഡ്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ടാഗ് ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ചാറ്റ് GTP യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളെ ചാറ്റ് GTPയിലുള്ള കാര്യം അതേപോലെ യൂസ് ചെയ്യാതെ ചെറിയ ചേഞ്ചസ് വരുത്തി യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഇതിന്റെ അകത്ത് ചാറ്റ് GTP യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിന് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ഗൂഗിളിൽ പോവുക, എന്നിട്ട് ചാറ്റ് GTP എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇവിടെ ലിങ്ക് വരും. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും. ഇതാണ് ചാറ്റ് GTPയുടെ വെബ്സൈറ്റ്. അപ്പൊ നമ്മൾ AI യൂസ് ചെയ്ത് നമുക്ക് SEO ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ നമുക്ക് സൈൻ ഇൻ, ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ലോഗിൻ ചെയ്യാൻ ലോഗിൻ കൊടുക്കുക. അപ്പൊ നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഓൾറെഡി ജിമെയിൽ ലോഗിൻ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും. അപ്പൊ തന്നെ ഈ നമ്മുടെ ജിമെയിലിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഹോം പേജിലേക്ക് വരും. കണ്ടോ, ഇപ്പൊ ഹോം പേജിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഈ ചാറ്റ് GTPയുടെ ഹോം പേജ്. നിങ്ങൾ എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. ഞാനിപ്പോ വെറുതെ ഒരു നമ്പർ കൊടുക്കുകയാണ്. വെറുതെ കൊടുക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുക. പ്രോംപ്റ്റ് എന്ന് പറയാൻ നമുക്ക് വേണ്ട ആവശ്യം നമ്മൾ എൻ്റർ ചെയ്യുന്നതിനാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അപ്പൊ നമുക്കൊരു വെബ്സൈറ്റ് വന്നു, ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഏജൻസി ഇൻ കൊച്ചി എന്നുള്ള ഒരു വെബ്സൈറ്റ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കൊച്ചി നടത്തുന്ന ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ SEO ചെയ്യാൻ പോകുന്നത്. അതിന്റെ അകത്ത് നമുക്ക് എങ്ങനെ ഇത് കണ്ടോ ബെസ്റ്റ് കീവേഡ്സ് യൂസ് ചെയ്യാവുന്നുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക, നീഡ് എ ബെസ്റ്റ് SEO കീവേഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കൊച്ചി. ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ ഈ ചാറ്റ് GTPയുടെ ഈ മെസ്സേജ് വന്നിട്ട് ടൈപ്പ് ചെയ്യുക, നീഡ് എ ബെസ്റ്റ് SEO കീവേഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കൊച്ചി, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ അതിന്റെ റിസൾട്ട് വരും. കണ്ടോ, ഇവിടെ ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കൊച്ചി, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ഇത്രയും കീവേഡ്സ് അത് സജസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഏതെങ്കിലും പറഞ്ഞു, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കീവേഡ് പ്ലാനറിൽ പോയിട്ട് ഇതിന്റെ വോളിയവും സെർച്ച് വോളിയവും ഇതൊക്കെ നോക്കണം, ഡിഫിക്കൽറ്റി ഒക്കെ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഞാനിപ്പോ സമയക്കുറവുണ്ട്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇത് പ്രൈമറി കീവേഡ് ആയിട്ട് എടുക്കാം. നമ്മളിവിടെ പ്രൈമറി കീവേഡ് ആയിട്ട് ഫസ്റ്റ് കീവേഡ് എടുത്തു. സെക്കൻഡറി കീവേഡുകളായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യും. ഇത്രയും കീവേഡ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നമുക്കൊരു മെറ്റാ ടൈറ്റിൽ നമുക്ക് വേണമെന്ന്, നമ്മൾ മെറ്റാ ടൈറ്റിലും മെറ്റാ ടാഗും മെറ്റാ ഡിസ്ക്രിപ്ഷനും ഒക്കെ എന്താണെന്ന് പഠിച്ചു. കണ്ടിട്ടില്ലാത്തൊരു പഴയ വീഡിയോ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ക്രിയേറ്റ് മെറ്റാ ടൈറ്റിൽ ഫോർ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കൊച്ചി വിതിൻ 16 ക്യാരക്ടേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, കൊടുത്തില്ലെങ്കിലും വരും 16 ക്യാരക്ടേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 16 ക്യാരക്ടേഴ്സ് അവിടെ ലിസ്റ്റ് ചെയ്തുള്ള നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള മെറ്റാ ടൈറ്റിൽ കിട്ടും. നമ്മൾ അത് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ തന്നെ ഇവിടെ വരും ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കൊച്ചി ടോപ്പ് സർവീസസ്. ഇതാണ് അത് സജസ്റ്റ് ചെയ്യുന്ന ഇത്. ഇതുപോലെ എടുക്കാതെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെറ്റാ ടൈറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു. അടുത്തത് നമുക്ക് തന്നെ ക്രിയേറ്റ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി 160 ക്യാരക്ടേഴ്സ് എന്ന് കൊടുത്താൽ അതിനുള്ളിൽ തന്നെ നിൽക്കും. അപ്പൊ നമ്മൾ അതെടുക്കുക, അതും നമ്മളിവിടെ പ്രോംപ്റ്റ് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ടും അത് തരും. കേട്ടോ, ഇപ്പൊ നോക്കണം അതിന്റെ അകത്ത് അത് ഇതാണ് അത് തന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ. എന്താണ് അത് തന്നിരിക്കുന്നത്? ഓക്കെ, ഡിസ്കവർ ദ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കൊച്ചി. വി ഓഫർ ടോപ്പ് നോച്ച് SEO, PPC, സോഷ്യൽ മീഡിയ ആൻഡ് കണ്ടന്റ് മാർക്കറ്റിംഗ് സർവീസ് ടു ബൂസ്റ്റ് യുവർ ഓൺലൈൻ പ്രസൻസ് ആൻഡ് ഡ്രൈവ് റിസൾട്ട്. ഇതാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇതുപോലെ തന്നെ യൂസ് ചെയ്യാതെ ചെറിയ മാറ്റങ്ങൾ വേണേ വരുത്തി ഇത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ എന്താണ് നോക്കുന്നത്? അസോസിയേറ്റ് കീവേഡ്. നമുക്ക് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ അസോസിയേറ്റ് കീവേഡ് വേണം എന്ന് വെച്ചാൽ നമുക്ക് കണ്ടന്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എപ്പോഴും യൂസ് ചെയ്യാതെ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേറെയും കീവേഡ്സ് വേണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കീവേഡ്സ് എല്ലാം തരും. കണ്ടോ, digital marketing agency associated keywords, online marketing agency, internet marketing service, SEO agency,
PPC മാനേജ്മെന്റ്, ഇതെല്ലാം കോപ്പി. ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് കേട്ടോ, അത് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് എന്താണ്, നമുക്ക് LSI കീവേഡ് ഉണ്ടോ എന്ന് നോക്കാം. അതായത് ലോങ് ടൈൽ കീവേഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതാണ് ഇത്. അപ്പൊ അത് എങ്ങനെ നമുക്ക് കിട്ടും നോക്കാം. നീഡ് LSI കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും തന്നെ ഇവിടെ കിട്ടും. നമുക്ക് ഇങ്ങനെ കിട്ടും. ലോങ് ടൈൽ കീവേഡുകൾ നമുക്ക് ഇവിടെ കിട്ടും. ഇതും നമ്മൾ കോപ്പി ചെയ്തെടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൊല്യൂഷൻ, ഇതെല്ലാം LSI കീവേഡ്സ് ആണ്. അതുപോലെ അടുത്തത് നമുക്ക് നീഡ് എ ക്ലസ്റ്റർ ടോപ്പിക് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. നമുക്കൊരു ടോപ്പിക്ക് നമുക്ക് അതിന്റെ കണ്ടന്റ് വേണം. ക്ലസ്റ്റർ ടോപ്പിക്കിന്റെ കണ്ടന്റ് വേണമെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ പറ്റി നമുക്കൊരു കംപ്ലീറ്റ് ഒരു നോട്ട് ഇത് തരും. ടോപ്പിക് അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, SEO ടെക്നിക്ക്, കണ്ടന്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗ് എഴുതുവാണെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് കണ്ടോ, ഇങ്ങനെ നമുക്ക് അതെല്ലാം അത് തരും. അടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കണം. ഇപ്പൊ FAQ, അതായത് നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് FAQ തയ്യാറാക്കണം എന്ന് വെച്ചാൽ FAQ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ. കുറെ ക്വസ്റ്റ്യൻസും ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട FAQ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഏതിന്റെ വേണം നമുക്ക് ഇങ്ങനെ ചെയ്യാം. ടൂറിസത്തിന് വേണമെങ്കിൽ ആ ടൂറിസത്തിന്റെ നമുക്ക് ഇവിടെ കൊടുക്കാം. അങ്ങനെ നമുക്ക് FAQ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. കണ്ടോ, ക്രിയേറ്റ് FAQ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇത് ട്രാവലിംഗ് ഏജൻസിനെ അത് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് അത് തരും. ഇത് നമുക്ക് വെബ്സൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്താണ്, why do I need a digital marketing agency, what services do you offer, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് തരും. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇനി നമുക്ക് ഇതിനെപ്പറ്റി നമ്മുടെ വെബ്സൈറ്റിൽ ഒരു കണ്ടന്റ് വേണം. കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യുന്നത്. ക്രിയേറ്റ് എ കണ്ടന്റ് ഔട്ട്ലൈൻ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് തരും. നമ്മൾ കൊടുക്കുന്നു ക്രിയേറ്റ് എ കണ്ടന്റ് ഔട്ട്ലൈൻ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് എൻ്റർ കൊടുക്കുന്നു. കണ്ടന്റ് ഔട്ട്ലൈൻ, ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലാൻഡ്സ്കേപ്പ്, കൊച്ചി, ഇത് ഫുള്ള് നമുക്ക് എബൌട്ട് അസ് ഇതെല്ലാം കിട്ടും. കണ്ടോ, നമ്മുടെ ഒരു വെബ്സൈറ്റിൽ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്കത് ലിസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് തരും. ഇതുപോലെ നമുക്ക് എന്തും ഈ ChatGPT യൂസ് ചെയ്തിട്ട് നമുക്കിപ്പം ഒരു ലെറ്റർ വേണം. ഒരു ലെറ്റർ നമുക്ക് വേണമെങ്കിൽ ആ ലെറ്റർ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഡ്രാഫ്റ്റ് ചെക്ക് റിക്വസ്റ്റ് ഫോർ ബാങ്ക്, നമുക്ക് ബാങ്കിൽ കൊടുക്കാൻ റിക്വസ്റ്റ് വേണം. ബാങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫോർമാറ്റ് കിട്ടും. കണ്ടോ, നമ്മുടെ അഡ്രസ്, ബാങ്ക് മാനേജർ അഡ്രസ്, പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് കണ്ടോ, ഇതെല്ലാം നമുക്ക് അതുപോലെ തന്നെ കിട്ടും. ഇപ്പൊ നമുക്കൊരു വാട്ടർ കണക്ഷന്റെ റിക്വസ്റ്റ് അയക്കണം എന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് റിക്വസ്റ്റ് ഫോർ ന്യൂ വാട്ടർ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർ കണക്ഷന്റെ ആപ്ലിക്കേഷൻ നമുക്ക് അതുപോലെ എഴുതി തരും. ഇത് നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും നിൽക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഫുൾ എഴുതേണ്ട ആവശ്യമില്ല. ഇതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് കിട്ടും. ഇപ്പൊ നമുക്ക് എന്തിന്റെ ലെറ്ററും ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കൊടുത്താൽ ഇന്ന സ്ഥലത്തേക്ക് ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഡ്രസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കറക്റ്റ് ആയിട്ട് ആ രീതിയിൽ തന്നെ നമുക്കൊരു റിക്വസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്ത് തരും. ലെറ്റേഴ്സ്, ഇപ്പൊ ഇമെയിൽ അയക്കണം നമുക്ക്, അപ്പൊ അതിന്റെ കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ഒരു റിക്വസ്റ്റ് അയക്കണം, ഇമെയിൽ അയക്കണം, ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ ChatGPT നമുക്ക് അതിന്റെ ഒരു ഔട്ട്പുട്ട് തരും. വളരെ സിമ്പിൾ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ നമുക്ക് വേണ്ട മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്കത് മെയിലിനും അതുപോലെ നമുക്ക് റിക്വസ്റ്റ് ലെറ്റർ എഴുതുന്നതിനും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ChatGPT ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ.